ട്രംപിന്റെ തീരുവയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ തീരുവ പ്രഖ്യാപിക്കാൻ താൻ ആരവുക എന്നൊക്കെ അവിടുത്തെ ഒരു മലയാളി നമ്മുടെ ഒരു മലയാളി വ്യവസായി തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് കിറ്റക്സ് സാബു. അദ്ദേഹത്തിന്റെ എന്താണ് എൻ്റെ പേര്, ലിറ്റിൽ ലിറ്റിൽ സ്റ്റാർ. അതെ ലിറ്റിൽ സ്റ്റാർ അല്ലേ. ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന കുട്ടികൾക്ക് മാത്രമുള്ള ഇതാണ്. അദ്ദേഹം അവിടെ അമേരിക്കയിൽ മാത്രമാണ് ഇത് ഇറക്കിയിരുന്നെന്നാണ് ഞാൻ കേട്ടത്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റും കൂടെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ അത് ലഭ്യമല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അവിടെ ഈ പറയുന്ന ഇതിലും വാൾമാർട്ടിലും എല്ലായിടത്തും ഈ ലിറ്റിൽ സ്റ്റാറിൻ്റെ ഇതുണ്ടായിരുന്നു, ഇവരുടെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, ഉൽപ്പന്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അമേരിക്കക്കാർക്ക് വലിയൊരു ജനപ്രീതി ഉണ്ടായിരുന്നൊരു ബ്രാൻഡായിരുന്നു. നമ്മളിവിടെ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അത് പെട്ടെന്ന് നിലച്ചപ്പോൾ അത് അവർക്ക്, കാരണം കിറ്റക്സ് പൂർണ്ണമായിട്ടും പിൻവലിച്ചു. അവിടെ നിന്ന് ഏകദേശം ഞാൻ ഇന്നലെ എടുത്ത് വായിച്ചത് $106 മില്യൺ കച്ചവടമാണ് കിറ്റക്സിന് അവിടെ അമേരിക്കയിൽ നിന്നുണ്ടായിരുന്നതാണ്. അത്രയും കയറ്റുമതി ഉണ്ടായിരുന്നത്. അപ്പം അത് പെട്ടെന്ന് നിലയ്ക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് കേൾക്കുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് ടൈഗർ ചെമ്മീൻ ഇവിടുന്ന് കയറ്റി അയക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ടൈഗർ ചെമ്മീൻ അമേരിക്കയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ അമേരിക്കയിലെ സ്മോൾ അടിയന്മാർക്ക് കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ ടച്ചിങ്സ് ഇല്ല. അങ്ങനെ അത് അവിടുത്തെ ഒരു വലിയൊരു അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെ വലിയൊരു പ്രശ്നമാണ് ഇത് സാധനം കിട്ടാതെ. കാരണം ഇത്രയും വില 50% അത്രയും തീരുവയുടെ പ്രശ്നമുണ്ട് അവിടെ. ഏകദേശം ഇന്ത്യയുടെ ഈ പറയുന്ന പ്രോഡക്ട്സിനെല്ലാം തന്നെ 50 ഒരു ഫ്ലാറ്റ് പെർസെൻറ്റേജ് ആണല്ലോ, ഫ്ലാറ്റായിട്ട് അടിച്ചിരിക്കുന്നത് ഫുഡ് പ്രോഡക്ട്സ്, ടെക്സ്റ്റൈലിനൊക്കെ. അപ്പോൾ ഈ 50% തീരുവ വന്നുകൊണ്ട് അതിന് കുത്തനെ വില കയറി. അങ്ങനെ ഇത് വാങ്ങിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുടിയന്മാരെല്ലാം പ്രശ്നത്തിലാണ് അവിടെ. അപ്പം അവർ പറയുന്നത് ബാക്കിയെല്ലാം സഹിക്കാം, ഇത് ഒറ്റ കാര്യം സഹിക്കാൻ പറ്റില്ല. ഈ ട്രംപിനെ എത്രയും പെട്ടെന്ന് അടിച്ച് വെളിയിലാക്കണമെന്നാണ് അവർ പറയുന്നത്. ഇത് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി, അതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ ഇതെല്ലാം? അത് കറക്റ്റാണ് വിജയ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു. അദ്ദേഹം കാലമായിട്ട് അമേരിക്ക താമസിക്കുന്ന ആളാണ്. ചെറിയ വ്യവസായങ്ങളും ചില ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞാനിങ്ങനെ അദ്ദേഹത്തോട് ഒരു കൗതുകം കൊണ്ട് ചോദിച്ചു, ഇവിടെ ഈ 50% തീരുവയൊക്കെ ട്രംപ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണല്ലോ, നിങ്ങളുടെ അവിടുത്തെ സ്ഥിതി എന്താണ്, അമേരിക്കയിലെ സ്ഥിതി എന്താണ്, നിങ്ങൾ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണല്ലോ, അവിടുത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ പുള്ളി പറയുന്നത്, ഏത് സമയത്തും അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാവുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ ആഭ്യന്തര കലാപത്തിന്റെ പ്രശ്നം? ട്രംപ് ഭരണകൂടം വളരെ സ്റ്റേബിൾ ആയിട്ട് വരികയാണല്ലോ. അപ്പൊ പുള്ളി പറയുന്നത് അതല്ല, അവിടുത്തെ ഏറ്റവും വലിയ, മുമ്പേ വിജയ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ടൈഗർ ചെമ്മീൻ ഇല്ലാതെ അമേരിക്കക്കാരന്, അവിടുത്തെ സമ്പന്ന വർഗം, ഉപരിവർഗത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. അവരുടെ തീന്മേശകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണത് ടൈഗർ ചെമ്മീൻ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെയാണ് സ്മോൾ അടിയന്മാർക്ക്, അതേപോലെ തന്നെ വീട്ടിലും മറ്റു റെസ്റ്റോറന്റുകളിലും ഒക്കെ ഏറ്റവും ക്വാളിറ്റി, ഏറ്റവും വലിയ വിലയുള്ള ഒരു മത്സ്യവിഭവമാണ്. അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള, അതാണ് അവർക്ക് ഏറ്റവും, ചെമ്മീനാണ് അവർക്ക് ഏറ്റവും, അമേരിക്കയിലെ ഏറ്റവും ഉള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി നമ്മുടെ ചോയ്സ് ഗ്രൂപ്പാണ് ആ രംഗത്ത് ഒരു വലിയ കയറ്റുമതിക്കാര്. അതിന്റെ മുതലാളി തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടില്ല, എത്ര കോടിയുടെ കയറ്റുമതിയാണ്, എത്ര കോടിയുടെ ടൈഗർ ചെമ്മീൻ അടക്കമുള്ള സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഓരോ ഇന്റർനാഷണൽ ചാനലുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് ഇത് മാറുന്നതെന്നുള്ളത്. കാരണം അവിടുന്ന് ഡിമാൻഡ് അതുപോലെ ഡിമാൻഡാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് വിടാനൊക്കത്തില്ല, സാധനം കയറ്റി അയക്കാനൊക്കത്തില്ല. അയച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പൊ ടൈഗർ ചെമ്മീൻ ഒരു വലിയ, പറഞ്ഞില്ലേ, അമേരിക്കക്കാരുടെ ഭക്ഷണ വിഭവങ്ങൾ ഇരിക്കുകയാണ്, ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്ന പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ കിട്ടാൻ ഉള്ളതിന് തീ വിലയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാട്ട് 2, 3, 4 ഇരട്ടി വിലയിലേക്കും അതിന്റെ വില ഇത് മാറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തീരുമെന്നാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ല, ഈ ഇന്ത്യൻ ടൈഗർ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു, ഈ ടൈഗർ ചെമ്മീനൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം ഈ സുഹൃത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണല്ലോ, ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു രുചി ഇന്ത്യയിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ തീരക്കടലിൽ നിന്ന് വരുന്നതിന്റെ ഒരു രുചി മറ്റൊരു രാജ്യത്തിനും കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത് ശരിയാണ്. കേരളത്തിൽ കരിമീൻ കിട്ടുന്നുണ്ടല്ലോ. കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലയുള്ളൊരു മീനാണ്. നെയ്മീൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ വരുന്നൊരു മീനാണ്. അതിന് മുള്ളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഡിമാൻഡാണ് ഈ കരിമീൻ എന്ന് പറയുന്നത്.
പുള്ളി അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വേമ്പനാട്ട് കായലിന്റെ അടുത്തുള്ള കരിമീനല്ലേ വലിയ വിലയുള്ളത്? ഞാൻ പറഞ്ഞു ശരിയാണ്, വേമ്പനാട്ട് തീരത്ത് ഉപ്പുരസമുള്ള സ്ഥലത്തു നിന്ന് വരുന്ന കരിമീനാണ് കൂടുതൽ വിലയുള്ളത്. നമ്മളെ ഇപ്പോൾ ഉൾനാടൻ ജലാശയങ്ങളിലും വീടുകളിലൊക്കെ മറ്റേ ഇങ്ങനത്തെ കുളങ്ങളൊക്കെ ഉണ്ടാക്കി വളർത്തുന്നതിനെക്കാട്ടി ഡിമാൻഡ് ആണ് എന്ന് പറഞ്ഞ അവസ്ഥയാണെന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ടൈഗർ ചെമ്മീൻ. രണ്ടാമത്തേതാണ് വിജയ് സൂചിപ്പിച്ചത് ലിറ്റിൽ സ്റ്റാർ. ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്നത് ഇതുപോലെയാണ്, കുത്തകയാണ്. അത് അവരുടെ മാത്രം ബ്രാൻഡാണ്. നമ്മുടെ എറണാകുളത്തെ കിഴക്കമ്പലത്തെ കിറ്റക്സ് ഗ്രൂപ്പിന്റെ അദ്ദേഹത്തിന്റെ കുത്തകയാണത്, കുട്ടികളുടെ പിന്നെ ഉടുപ്പുകൾ എന്ന് പറയുന്നത്. വാൾമാർട്ട് പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ കൂടാണ് അത് വിൽക്കുന്നത്. നല്ല വിലയുമുണ്ട്, നല്ല വിലയുമുണ്ട്. എത്ര കോടിയുടെ കയറ്റുമതിയാണ് നടക്കുന്നത്. ഇതും അമേരിക്കയിലേക്ക് ചെന്നാൽ മതി. ചെന്ന് കഴിഞ്ഞാൽ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മാർക്കറ്റിലൊക്കെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്ന ഉൽപ്പന്നങ്ങളാണ്. വളരെ മനോഹരമായ, നല്ല മനോഹരമായ ഉടുപ്പുകളാണിത്. കുഞ്ഞുങ്ങള് പറഞ്ഞില്ല, ചിത്രശലഭങ്ങളെ പോലെയുള്ള ഡിസൈനുകളും ഒക്കെ വെച്ച് അമേരിക്കൻ സായിപ്പിന്റെ കുഞ്ഞുങ്ങളൊക്കെ പാറിപ്പറന്ന് നടക്കുന്ന അതാണ്. നമ്മൾ കൊച്ചിയിലെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് പോലെ, ഐ വണ്ടർ വാട്ട് യു ആർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അത്തരത്തിലുള്ള അതിമനോഹരമായ ഡിസൈനാണ് ഉടുപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത്. ഇതിനും ഇപ്പൊ പ്രശ്നമായിരിക്കുകയാണ്. അമേരി അമേരിക്കൻ കുഞ്ഞുങ്ങൾക്ക് ലിറ്റിൽ സ്റ്റാർ കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ ചില ബ്രാൻഡ് ചോക്ലേറ്റ് ചോദിക്കുന്നത് പോലെയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ അമേരിക്കയില്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ മറ്റ് വിഷയങ്ങളൊക്കെ മാറ്റി വെച്ച് നോക്കൂ, ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ അമേരിക്കയിൽ ആകപ്പാടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ പോലെ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ ഇത് അവിടെ നടക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇപ്പൊ ട്രംപിന്റെ മറ്റൊരു ഡിമാൻഡ്, നമ്മളിപ്പോ ഈ വിഷയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ട്രംപ് നേരിടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ. അദ്ദേഹമാണ് ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും തീർത്തത്. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ പാക് യുദ്ധം, അതേപോലെ തന്നെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സീരീസ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതില് ഒന്ന് രണ്ടെണ്ണം അവസാനിച്ചു. നമ്മുടെ യുദ്ധം പുള്ളിയാണ് തീർത്തതെന്നൊക്കെ 4-5 തവണ പറഞ്ഞു. എത്ര തവണ നമ്മൾ തിരുത്തിയിട്ടും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചായിരിക്കും നമ്മുടെ ഗവൺമെന്റ് പിന്നെ അതിൽ നിന്ന് പിന്മാറി. നമ്മൾ പറഞ്ഞില്ലേ, അത് എന്തെങ്കിലും ബോധമുള്ള ആളുകളോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഈ റഷ്യൻ ഉക്രൈൻ യുദ്ധം ഇതാ ഞാൻ ഉടൻ തന്നെ നിർക്കുമെന്നും പറഞ്ഞിട്ടായിരുന്നു അടുത്ത ചാട്ടം വന്നിരുന്നത്. പക്ഷെ അതും ഇപ്പൊ കണ്ടില്ലേ. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ഇടണമെന്നാണ് പറയുന്നത്, റഷ്യൻ പ്രസിഡന്റ് പറയുന്നതും അതേപോലെ തന്നെ പിന്നെ ഉക്രൈന്റെ സെലൻസ്കി പറയുന്നത് എന്താണ്, നരേന്ദ്രമോദി ഇടപെടുക, നരേന്ദ്രമോദി ഇടപെട്ടിട്ട് ഇതെങ്ങനെങ്കിലും തീർത്തു തരിക എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് അതിന്റെ ആ യുദ്ധത്തിന്റെ സാഹചര്യം മാറി വരികയാണ്. അപ്പൊ അതാണ് ഇയാൾക്ക് ഇപ്പൊ നോബൽ സമ്മാനമാണോ ഇയാളുടെ പ്രശ്നം? നോബൽ സമ്മാനമാണെങ്കിൽ അതങ്ങ് കൊടുക്കട്ടെ. കൊടുക്കാൻ നമ്മളൊരു ശുപാർശ ചെയ്താൽ മതി. ഇന്ത്യയുടെ ശുപാർശ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് കിട്ടുമെന്നാണ് പറയുന്നത്. 80 വയസ്സുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത്. ഒന്നുകിൽ അങ്ങനെ അങ്ങ് ചെയ്യുക, നോബൽ സമ്മാനത്തിന്, ലോക സമാധാനത്തിനുള്ള സമ്മാനം ഇദ്ദേഹത്തിന് കൊടുക്കുക. അതല്ലെങ്കിൽ സമാധാന കേടിനുള്ളതെങ്കിലും കൊടുക്കണം. അങ്ങനെ ഒരു അഭ്യർത്ഥന നമുക്ക് പറയാനുള്ളൂ. ഒന്നുകിൽ സമാധാനം കൊടുക്കുക, അല്ലെങ്കിൽ സമാധാന കേടിനുള്ളത് കൊടുക്കുക. ഈ ലോകരാജ്യങ്ങളെ മുഴുവൻ ഇങ്ങനെ ഇത്തരത്തില് സമാധാനത്തിലും സമാധാനക്കേടിലും ആക്കിയതിനെക്കാട്ടി നല്ലത് രണ്ടിലൊരു തീരുമാനം എടുക്കണം. എന്തായാലും പ്രധാനമന്ത്രി അത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു വിവരം വരും. ഈ ചൈന സന്ദർശനം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ചൈനയുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, വളരെ വളരെ ആത്മബന്ധം നമ്മൾ ഉണ്ടായി മാറിയിരിക്കുകയാണ് അല്ലെ. ഭായ് ഭായ് ചൈന എന്നുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലേ, ചങ്കിലെ ചൈന എന്നുള്ളൊരു മുദ്രാവാക്യവും ഇപ്പൊ ഇന്ത്യയിൽ വരുമെന്നാണ് പറയുന്നത് അല്ലേ. ഇതുവരെ നമ്മൾ കേട്ടിരുന്ന മുദ്രാവാക്യമാണ്, അതൊക്കെ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ ചർച്ചകളിലും മറ്റ് ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന വിവരങ്ങൾ. നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇന്നേ വരെ നിർത്തിവെച്ചിരുന്നതാണ് വിമാന സർവീസ്, നേരിട്ട് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള വിമാന സർവീസ്. ആ വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിനായിട്ടുള്ള തീരുമാനമായി കഴിഞ്ഞു. അത് പിന്നെ ഉടൻ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതുപോലെ മെഡിസിൻസ്, മരുന്ന്, ലോകത്തിന്റെ നമ്മൾ പറയത്തില്ലേ മരുന്ന് ഉത്പാദിപ്പിക്കുന്ന എന്തെങ്കിലും മരുന്ന് ഫാക്ടറി തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അല്ലെ. ലോകത്തിലെല്ലാം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് പിന്നെ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്, ലോകത്തിന്റെ മരുന്ന് ഫാക്ടറിയാണ് ഇന്ത്യ. അപ്പൊ ഇവിടെ നിന്നുള്ള മരുന്നുകളുടെ കാര്യത്തിൽ വലിയ തീരുമാനങ്ങൾ, വലിയ കരാറുകളും ഒക്കെ ഉണ്ടാകാൻ പോവുകയാണ്. അതേപോലെ തന്നെ 26-ൽ നടക്കുന്ന ബ്രിക്സ് യോഗത്തിന്, സമ്മിറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട്. ചൈനീസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരാമെന്നത് സമ്മതിച്ചിട്ടുമുണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള ആഗോള സാഹചര്യങ്ങളെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരികയാണ്. ഇന്ത്യയും ചൈനയും റഷ്യയും അല്ലെ ലോകത്തിലെ സൂപ്പർ പവേഴ്സ് എന്ന് പറയാവുന്ന ഈ മൂന്ന് രാജ്യങ്ങളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സൂപ്പർ പവറിന്റെ കൂട്ടത്തിലേക്ക് ഇന്ത്യയും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. നമ്മളാണ് നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 35-40% വരുന്ന രാജ്യങ്ങളാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇയാൾ ഈ പറയുന്ന തീരുവായും അഭ്യാസങ്ങളും ഒന്നും നടക്കത്തില്ല അവിടെ. ലോകരാജ്യങ്ങളുടെ മുമ്പിലൊന്നും അത് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ചൈനീസ് അപ്പൊ ചൈനയോടുള്ള ബന്ധമാണ്. ആ ബന്ധം കൂടെ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകക്രമത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒന്നാം സ്ഥാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഇന്നലെ ആരും അധികം ശ്രദ്ധിക്കാതെ പോയതാണ്. ചൈനയുമായിട്ടുള്ള ചൈനീസ് പ്രധാനമന്ത്രിയുടേതും പ്രസിഡന്റിന്റേതും പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കൂടെ ചേർന്നുള്ള ചിത്രങ്ങളും മറ്റുമൊക്കെ വന്നതിന് ശേഷം നമ്മുടെ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, അദ്ദേഹം ഇപ്പം അഖിലേന്ത്യാ സെക്രട്ടറി ആണല്ലോ, അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു. അദ്ദേഹത്തിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അവരുടെ നിലപാടിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ മാറുകയാണോ? നരേന്ദ്രമോദിയുമായിട്ട് ചൈനയെ അടുക്കുന്നത് കൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അങ്ങനെ വല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ചില സംശയങ്ങളൊക്കെ ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മറുപടി വരുന്നുണ്ട്, നയപരമായ പ്രശ്നങ്ങളാണ്. അത്തരം കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും ചൈനയുമായിട്ട് ഇന്ത്യ അടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വലിയൊരു ഗുണമാണ്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നല്ലോ. പണ്ട് വലിയ വിരോധമായിരുന്നപ്പോഴും നമ്മുടെ ഭൂമി ചൈന കയ്യേറിയ സമയത്ത് EMS നമ്പൂതിരിപ്പാട് ബുദ്ധിപരമായ ഉത്തരമാണല്ലോ നൽകിയത്. ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും പറയുന്ന പ്രദേശങ്ങളെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സാഹോദര്യത്തിന്റെ അന്തരീക്ഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതാണ് ഈ പറയുന്ന സന്ദർശനം കൊണ്ടായ ഒരു വലിയ നേട്ടം. ട്രംപിനെ നമ്മൾ വിട്ടേര്, ട്രംപിനെ ഏതെങ്കിലും നമ്മൾ പറയുന്ന ഏതെങ്കിലും ഗണത്തിൽപ്പെടാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ആഭ്യന്തര കലാപങ്ങൾ, ടൈഗർ ചെമ്മീനിന്റെ പേരില് അദ്ദേഹത്തെ ഏതെങ്കിലും പറഞ്ഞ പിന്നെ സ്ഥലങ്ങളിൽ വെച്ചൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം എന്ന് നമുക്ക് തോന്നും. കാരണം അവിടുത്തെ അത്ര രൂക്ഷമായ പ്രതികരണങ്ങളാണെന്നാണ് പറയുന്നത്. അമേരിക്കൻ ജനതയുടെ പ്രതികരണം, ഭക്ഷണ വസ്തുക്കൾ കിട്ടിയില്ലെങ്കിൽ എന്താണ്, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മളെ കുട്ടികളെയാണ് അല്ലേ? ആ കുട്ടികളുടെ കാര്യങ്ങൾക്ക് അത് ഒരു മുൻഗണന നൽകുന്നതിൽ എന്താണ്? ഇത് രണ്ടുമാണ് അമേരിക്കയുടെ വലിയ പ്രയോറിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി മാംസം കിട്ടിയില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താകും? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. വളരെ സിമ്പിളായ ഒരു ഇക്വേഷൻ ആണ്. തമിഴൻ പച്ചക്കറി തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കോഴി മറ്റിറച്ചി വിഭാഗങ്ങളും തന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അത് തന്നെയാണ് അമേരിക്ക സംഭവിക്കുന്നതാണ് സുഹൃത്ത് പറയുന്നത്. അപ്പൊ അതൊരു പ്രത്യക്ഷമായ തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്.